Hi, I am Roger Juice, Managing Director of Alpha Academy and Genius Integrated School, Alappuzha, Kottakkal and UAE. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു +2 സയൻസ് കഴിയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ക്യാമ്പസാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബിറ്റ്സ്. ബിറ്റ്സിന് 3 ക്യാമ്പസുകളാണ്: പിലാനി, ഗോവ ആൻഡ് ഹൈദരാബാദ്. ഈ 3 ക്യാമ്പസുകളിൽ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ +2വിന് ശേഷമുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്താൽ ആ ക്യാമ്പസിലെ സ്റ്റഡി മെത്തേഡ്സുകൾക്കും കോഴ്സുകൾക്കും പ്ലേസ്മെൻറ്റുകൾക്കും ഒത്തിരിയധികം പ്രാധാന്യമുള്ള ക്യാമ്പസാണ് ബിറ്റ്സിൻ്റെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. 3 ഡിഫറെൻറ്റ് പ്രോഗ്രാമുകളാണ് ബിറ്റ്സ് ഓഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. രണ്ടാമത്തത് ബിഫാം പ്രോഗ്രാംസ്. മൂന്നാമത്തത് MSc മാസ്റ്റർ ഇൻ സയൻസ് പ്രോഗ്രാംസ്. ഇനി ഇതൊക്കെ 3 ഡിഫറെൻറ്റ് സെക്ഷൻ ആണെങ്കിലും ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തും കമ്പൈൻ ചെയ്തും ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസുകളായും ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളും ബിറ്റ്സിൻ്റെ ക്യാമ്പസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ബിറ്റ്സിൻ്റെ പിലാനി ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് US-ഉം ഓസ്ട്രേലിയയും ഫ്രാൻസിലുമൊക്കെ 2+2 പാറ്റേണിൽ പഠിക്കാനുള്ള അവസരവും ബിറ്റ്സിൻ്റെ ക്യാമ്പസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ബിർളയുടെ ക്യാമ്പസിലെ ഈ കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ബിറ്റ്സിൻ്റെ വെബ്സൈറ്റ് admissions.bitspilani.ac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കാഡമിക്സിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാമുകൾക്കുള്ള അഡ്മിഷൻ കോൾ ഫോർവേഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാംസ് ഇവിടെ ബിറ്റ്സിൻ്റെ ക്യാമ്പസിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, MSc ആൻഡ് ബിഫാം ഈ പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി വേറെ പ്രോഗ്രാമുകളുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ബിറ്റ്സിന്റെ ക്യാമ്പസിൽ തന്നെ MBA+ ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ഇതിനോടൊപ്പം PhD പ്രോഗ്രാമിനുള്ള ലിങ്കുമുണ്ട്. അപ്പോൾ +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ബിറ്റ്സിന്റെ ക്യാമ്പസിൽ 3 ക്യാമ്പസുകളാണ് നമ്മൾ കണ്ടു. അതിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിൽ ബിറ്റ്സിന്റെ പിലാനി ക്യാമ്പസ്, ബിറ്റ്സ് പിലാനിയുടെ ഗോവ ക്യാമ്പസ്, ബിറ്റ്സ് പിലാനി ഹൈദരാബാദ് ക്യാമ്പസ്. ഈ 3 ക്യാമ്പസുകളിലും ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിൽ നമുക്ക് ഉള്ള കോഴ്സുകൾ ഏതൊക്കെ? കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ദെൻ മെക്കാനിക്കൽ, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, എൻവിറോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ്. ഇത്രയും പ്രോഗ്രാമുകളിൽ നമുക്ക് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുള്ള അവസരം ബിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ബിഫാം പ്രോഗ്രാമുകളുണ്ട്. ദെൻ MSc ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സെമി കണ്ടക്ടർ ആൻഡ് നാനോ സയൻസ്, MSc ജനറൽ സ്റ്റഡീസ്. ഇത്രയും പ്രോഗ്രാമുകൾ നമുക്ക് ബിറ്റ്സിൻ്റെ ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. ഇനി ഈ കോഴ്സുകളോടൊപ്പം തന്നെ 3 ഇമ്പോർട്ടൻസ് ബിറ്റ്സിൻ്റെ ക്യാമ്പസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡ്യുവൽ ഡിഗ്രി കോഴ്സുകൾ എടുക്കാനുള്ള അവസരം ബിറ്റ്സിൻ്റെ ക്യാമ്പസ് ഓഫർ ചെയ്യുന്നു. ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കാൻ ജോയിൻ ചെയ്ത ശേഷം ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അതിനോടൊപ്പം ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗും ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള അവസരം ബിറ്റ്സിൻ്റെ ക്യാമ്പസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് 2+2 പാറ്റേണിൽ ബിറ്റ്സിൻ്റെ ക്യാമ്പസ് പ്ലസ് ഇൻ്റർനാഷണൽ ക്യാമ്പസ്, അതായത് ബിറ്റ്സ് പിലാനിയുടെ ക്യാമ്പസിൽ ആദ്യത്തെ 2 വർഷവും പിന്നീടുള്ള 2 വർഷം US-ലോ ഓസ്ട്രേലിയയിലോ ഫ്രാൻസിലോ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളുമായുള്ള ടൈപ്പിൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരവും ബിറ്റ്സിൻ്റെ ക്യാമ്പസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് 3+2 പാറ്റേണിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിനോടൊപ്പം MBA പ്രോഗ്രാമുകളും കമ്പൈൻ ചെയ്ത് പഠിക്കാനുള്ള അവസരവും ബിറ്റ്സിൻ്റെ ക്യാമ്പസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യാനും സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരങ്ങളും ബിറ്റ്സിൻ്റെ ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നാം ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. നമുക്ക് ഈ ബിറ്റ്സിൻ്റെ എക്സാമിനേഷൻ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ 2026ലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമുക്ക് 2 എക്സാമിനേഷൻ ഉണ്ട്. ഫസ്റ്റ് സെഷൻ എക്സാമിനേഷൻ നടക്കുന്നത് 15th April to 17th April
സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കുന്നത് 24th to 26th മെയിലുമാണ്. ഈ രണ്ട് എക്സാമിനേഷനും സെഷൻ 1, സെഷൻ 2 രണ്ട് എക്സാമിനേഷനും നമുക്ക് ഒന്നിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. രണ്ട് എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. എന്താണ് ഈ രണ്ട് എക്സാമിനേഷൻ? ഈ രണ്ട് എക്സാമിനേഷൻ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. ഏത് എക്സാമിനേഷനിലാണോ നമുക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുന്നത് അതായിരിക്കും റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുക. നമ്മൾ ഫേസ് 1 മാത്രമേ എഴുതിയുള്ളെങ്കിൽ അതിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനി ഫേസ് 2 എക്സാമിനേഷൻ മാത്രമാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ മാർക്ക് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. രണ്ട് എക്സാമിനേഷനും എഴുതിയാൽ രണ്ട് എക്സാമിനേഷനിൽ ഏത് എക്സാമിനേഷനാണോ ഉയർന്ന മാർക്ക് ലഭിക്കുന്നത് അതായിരിക്കും അഡ്മിഷൻ റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഈ രണ്ട് എക്സാമിനേഷനും ആപ്ലിക്കേഷൻ നമുക്ക് ഒന്നിച്ചും ചെയ്യാം, സെപ്പറേറ്റും ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 16 ആണ്. അപ്പോൾ ആ ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ഫേസ് ചെയ്യാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതുന്നില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഏപ്രിൽ മുതൽ മെയ് 2-ാം തീയതി വരെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ വിൻഡോയും ഉണ്ടാവും. ശരിക്കും ആദ്യം തന്നെ രണ്ട് ഫേസിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എക്സാമിനേഷൻ എഴുതുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഒരു ഡിസിഷനായി മാറുക. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിന് പാർട്ടിസിപ്പേഷൻ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഇതിനുള്ള ഫീസ് സ്ട്രക്ചർ എന്തൊക്കെയാണ്. ഒരു മെയിൽ കാൻഡിഡേറ്റ് സെഷൻ 1-നാണെങ്കിൽ 3600 റുപ്പീസും പെൺകുട്ടികൾക്ക് 3100 റുപ്പീസുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക. ഇനി ബോത്ത് സെഷൻ ഫേസ് 1-ഉം ഫേസ് 2-ഉം നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നെങ്കിൽ 5600-ഉം 4600 റുപ്പീസുമായിട്ടാണ് ആപ്ലിക്കേഷൻ മാറുക. ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 3100-ഓ 4600 റുപ്പീസോ ആണ് ആപ്ലിക്കേഷൻ വരിക. ഇനി ദുബായിലുള്ള വിദ്യാർത്ഥികൾക്കാണ് എങ്കിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ 7250-ഓ 9250 റുപ്പീസോ ഒക്കെയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് നമ്മൾ റിമിറ്റ് ചെയ്യുക. ഇനി പേയ്മെൻറ്റ് പ്രോസസ്സ്, കീ ഡേറ്റ്സുകൾ, ആപ്ലിക്കേഷൻ ഗൈഡ് ലൈൻസ്, ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും, അഡീഷണൽ ഇൻഫോർമേഷൻസ്, ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി സബ്ജക്റ്റുകൾ പഠിച്ച് ബിറ്റ്സിൻ്റെ ക്യാമ്പസിൽ മികച്ച ഒരു കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, നന്നായി പഠിക്കുക. എൻട്രൻസിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി നമ്മൾ വീണ്ടും കാണാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രം വരാ, ഇതിനോടൊപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. 11th-ലെയും 12th-ലെയും NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ച് മോഡൽ എക്സാമിനേഷൻസും അറ്റൻഡ് ചെയ്താൽ ഈ പരീക്ഷ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ബിറ്റ്സ് എക്സാമിനേഷൻ. ഇതിൽ നമ്മൾ പഠിക്കേണ്ട എക്സാമിനേഷന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 3 hours എക്സാമിനേഷനാണ്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഓർ ബയോളജി കൂടാതെ ലോജിക്കൽ റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ ഇതിൽ എക്സാമിനേഷനായിട്ട് വരും. അപ്പോൾ അതെല്ലാം 11th 12th പോർഷനെ ബേസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈസി ആക്കാൻ പറ്റുന്ന എക്സാമിനേഷനാണ്. ഒരിക്കൽ കൂടി ഓർക്കുക, നമ്മുടെ ചാൻസുകൾ മുമ്പിലേക്ക് വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നവരാണ് വിന്നറായി മാറുന്നത്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.